ശ്രീ അനിൽ അക്കര തെറ്റിദ്ധരിച്ചു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി പരിചയമില്ല. നമ്മളൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള പരിചയമുണ്ടാവുമല്ലോ. അങ്ങനെ പരിചയമുള്ള ഒരാളല്ല എന്നെ ഉദ്ദേശിച്ചുള്ളൂ. എന്നെ പരിചയപ്പെട്ട് വരണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ അത് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ പക്വത തനിക്കില്ലെന്നും താൻ എന്തും പറയാൻ പറയുന്ന ഒരാളാണെന്നും അദ്ദേഹം സമ്മതിച്ച സ്ഥിതിക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. നമ്മൾ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ സ്ത്രീ പീഡന ആരോപണം വന്നിട്ടില്ല. അദ്ദേഹത്തിനെതിരായിട്ട് AK ശശീന്ദ്രനെതിരായിട്ട് പരാതി വന്നിട്ടില്ല. ഒന്ന്, പരാതി വന്ന മാനഭംഗപ്പെടുത്തി എന്ന് വരെ പരാതി വന്നിട്ടുള്ള നീണ്ട നിരയുണ്ട്. കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ, MLA മാർ തുടങ്ങിയ ആളുകൾ പരാതി കോടതിയിൽ FIR ഇട്ടിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലേ? ഇതെല്ലാം നിലനിൽക്കെ ഒരു നാട്ടുകാർ സാധാരണ പറയില്ലേ തനി രാഷ്ട്രീയക്കാരൻ എന്ന്, ആ മട്ടിൽ ഒരു തരത്തിലും ലജ്ജയില്ലാതെ അനിൽ അക്കരയെ പോലുള്ള ആളുകൾ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ തങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച്, തന്റെ പാർട്ടിയുടെ ഭൂതകാലത്തെക്കുറിച്ച് മാത്രമല്ല വർത്തമാനകാലത്തെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ പോയിട്ട് ഈ ചർച്ചയുടെ നിലവാരം കളയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം, ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു പരാതിയും വന്നിട്ടില്ല. ഒന്ന്, പരാതിക്കാരനോ പരാതിക്കാരിയോ ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതൊക്കെ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളല്ലേ? എന്തുകൊണ്ടാണ് പരാതി ഇല്ലാതിരിക്കുന്നത്? ഫോൺ ചോർത്തലിനെ കുറിച്ച് ഇവിടെ അനിൽ അക്കര അസംബ്ലിയിൽ ഉന്നയിച്ച കാര്യം ഞാനും പത്രത്തിൽ വായിച്ചു. ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഫോൺ ചോർത്തൽ ഗൌരവതരമായിട്ടുള്ള കാര്യമാണ്, അത് പ്രത്യേകം പരിശോധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പത്രസമ്മേളനത്തിലും അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടക്കൂല. അനിൽ അക്കരയുടെ കൈവശമുള്ള തെളിവുകൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ ഹാജരാക്കാവുന്നതാണ്. ഫോൺ ചോർത്തൽ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാവുന്നതാണ്. ഫോൺ ചോർത്തുന്നത് ഫോൺ ചോർത്തൽ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഫോൺ ചോർത്തൽ എത്ര ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്ന് സംബന്ധിച്ച് വന്ന റിപ്പോർട്ട് ഉദ്ധരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ്. പോലീസിനെ ഉപയോഗിച്ച് മാത്രമല്ല ഫോൺ ചോർത്തൽ നടക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ എങ്ങനെ ചോർത്തി എന്ന് പരിശോധിക്കേണ്ടതാണ്. ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫോൺ ചോർത്തലാണ്. ഒരു സ്ത്രീയെ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഫോൺ ചോർത്തലാണ്. അപ്പൊ അത്തരം ചോർത്തലുകൾ, സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിലുള്ള ചോർത്തൽ നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി അഭിഭാഷക തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ മനോരമ പത്ര റിപ്പോർട്ടിലും അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിയമവുമാണ് 1885 ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് അനുസരിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു തരത്തിലും സ്വകാര്യമായിട്ടുള്ള ആവശ്യത്തിന് ഒരു നിലയിലും ഫോൺ ചോർത്താൻ പാടില്ല എന്ന് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അന്വേഷണ വിധേയമാവേണ്ട കാര്യങ്ങളല്ലേ? അത് അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഒരു തരത്തിലുള്ള ആരോപണവും അല്ലെങ്കിൽ പരാതിയും വന്നിട്ടില്ല എന്നത് ഗൌരവപ്പെട്ട കാര്യമാണ്. ഇവിടെ അന്വേഷിക്കേണ്ട കാര്യം അതുകൊണ്ടാ. എന്താണ് പരാതി ഇല്ലാത്തത്? എന്തുകൊണ്ട് പരാതിക്കാർ വരുന്നില്ല? അതല്ലേ അന്വേഷിക്കേണ്ട കാര്യം. പരാതിയുള്ള എത്രയോ നേതാക്കൾ അനിൽ അക്കരയുടെ പാർട്ടിയിലുണ്ട്. പരാതിയില്ല, ഇവിടെ ഒരു പരാതിക്കാരിയില്ല. ഈ